വയനാട്ടിൽ മാത്രമല്ല ആലപ്പുഴയിലും ലീഗിന്റെ കൊടി ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. ബഡാബായിയുടെ മണ്ഡലത്തിൽ മാത്രമല്ല ചോട്ടാബായിയുടെ മണ്ഡലത്തിലും ലീഗിന്റെ കൊടി ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. വല്ലാത്ത സഹതാപമുണ്ട് ലീഗിനോട്. പാവം, വെള്ളം കോരാനും വിറക് വെട്ടാനും ഇവരെയൊക്കെ ജയിപ്പിക്കാനും ലീഗ് വേണം. പക്ഷെ ലീഗിന്റെ കൊടി എവിടെയും കാണിക്കാൻ പറ്റില്ല എന്നൊരു ഗതികേടിലേക്ക് UDF വന്നിരിക്കും. ലീഗ് കൊടി കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് കോൺഗ്രസിന്റെ കൊടിയും ഒഴിവാക്കേണ്ട സ്ഥിതി. വർഗീയ ശക്തികളുമായിട്ടുള്ള ധാരണ ഇന്ത്യയിൽ എല്ലായിടത്തും ചർച്ചയാവുന്നതിനെ കോൺഗ്രസ് ഭയപ്പെടുന്നു. അപ്പോ അവർ ഈ വർഗീയ ശക്തികളുമായിട്ട് അങ്ങ് ബന്ധം ഉപേക്ഷിച്ചാൽ പോരെ. ലീഗ് എന്തിനാണ് ഇങ്ങനെ അടിമകളെ പോലെ UDFൽ നിൽക്കുന്നതെന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം ദേശീയ തലത്തിൽ വലിയ ചർച്ചയായപ്പോൾ അതുവരെ ഒന്നും മിണ്ടിയില്ല. പോപ്പുലർ ഫ്രണ്ട് പരസ്യമായി UDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് 72 മണിക്കൂർ കഴിയേണ്ടി വന്നു. ഞങ്ങൾക്ക് പരസ്യ പിന്തുണ വേണ്ട, രഹസ്യമായി മതി എന്നാണ് പറയുന്നത്. സുധാകരൻ ആദ്യം പറഞ്ഞത് എല്ലാ പിന്തുണയും സ്വീകരിക്കുന്നതാണ്. MM ഹസൻ പറഞ്ഞത് എല്ലാവരുടെ വോട്ട് ഒരുപോലെയാണെന്നാണ്. തൃശൂരിൽ മത്സരിക്കുന്ന K മുരളീധരൻ പറഞ്ഞത് ഞാൻ ആരുടെ വോട്ടും